ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏവരും പറയുന്ന ഒരു കാര്യമാണ് അൻസിബയ്ക്ക് രണ്ട് മുഖമാണ് ഉള്ളതെന്നുള്ള കാര്യം. അൻസിബയുടെ മറ്റൊരു മുഖമാണ് പവർ റൂമിൽ കയറിയതിനു ശേഷം കാണാനായിട്ട് കഴിഞ്ഞതെന്നും പിന്നെ ഋഷിയുടെ ഒരു തെറ്റുകളും ചൂണ്ടിക്കാണിക്കില്ല, ഋഷി എന്തു പറഞ്ഞാലും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അൻസിബയാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇന്നേ വരെ ഒരിക്കൽ പോലും ഋഷിയുടെ ഏതെങ്കിലും ഒരു തെറ്റ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്നും അതുപോലെ ഋഷിയും തിരിച്ച് അൻസിബയെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലാതെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കില്ല എന്നുള്ളതും ആ വീട്ടിലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ലൈവില് അതുപോലെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. അവിടെ നോമിനേഷൻ നടക്കുന്ന സമയം, ജയിൽ നോമിനേഷൻ. അപ്പൊ പവർ റൂമിൽ ഇരുന്നു കൊണ്ട് ആരെ ജയിൽ നോമിനേഷൻ ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്യാണ്. ആ സമയത്ത് അവരുടെ മുന്നിലേക്ക് വന്ന രണ്ട് പേരുകൾ, ഒന്ന് ജാസ്മിന്റെയും ഒന്ന് അപ്സരയുടേതുമാണ്. പക്ഷെ അവിടെ അപ്സരയെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു അൻസിബ. പറഞ്ഞത് കാരണം ഇതാണ്, അപ്സര അവരുടെ ടീമിന് വേണ്ടിയിട്ട് അത്രയും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, അത്രയും നന്നായിട്ട് അപ്സര പെർഫോമൻസ് ചെയ്തു, അപ്സരയെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അൻസിബ അവിടെ പറഞ്ഞത്. അവിടെ എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് അൻസിബ അത് പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായി പോയി. അവിടെ അപ്സര പെർഫോമൻസ് ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റാണ്, പക്ഷേ അപ്സര ഇത്തിരി അഹങ്കാരത്തോടു കൂടിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അതും ശരിയാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്സരയെ നോമിനേറ്റ് ചെയ്യാമായിരുന്നു, അവർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അൻസിബയാണ് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത്. അവരുടെ ടീമിലെ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തത് അപ്സരയാണ്, അതുകൊണ്ട് അപ്സരയെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ആ പ്രാങ്ക് കൊടുത്തത് അതിമനോഹരമായി ചെയ്തു, അവരുടെ ഡ്യൂട്ടിയും ചെയ്തു. അത് കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞിട്ട് അവർ മാറിയിരിക്കുമ്പോൾ ഒക്കെ അപ്സര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ടീം വർക്കിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അപ്സരയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജയിലിലേക്ക് എന്ന് വാദിച്ചത് അവിടെ അൻസിബയായിരുന്നു. അതിനുശേഷം ഋഷി അവിടെ വന്ന് നിന്നുകൊണ്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അപ്സരയാണ്, അപ്സരയുടെ ടീമിനെയാണ്. ടീം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു, ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ ടീമിൽ നിന്നുള്ള അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു. സ്വന്തമായി വ്യക്തിത്വമില്ല, സ്വന്തമായിട്ട് ഒരു വ്യക്തമായ നിലപാടില്ല, ഒക്കെ കള്ളത്തരം, കരഞ്ഞുകൊണ്ട് ചിരിക്കും, ചിരിച്ചുകൊണ്ട് കരയും, അത്രയും കള്ളത്തരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അപ്സരയെ നോമിനേറ്റ് ചെയ്തത്. ആ ടീം ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു, എൻ്റെ അടുത്ത് വന്ന് പല രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് അൻസിബയും ഋഷിയും. അപ്പൊ ഋഷി ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, അപ്സരയെ തന്നെയല്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അൻസിബ അവിടെ പറയുന്നുണ്ട്, നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നീ വിഷമിക്കാൻ വേണ്ട ജയിലിൽ പോകുന്നത്, അവരവരുടെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ, നീ അത് കാര്യമാക്കാനായിട്ട് നിൽക്കണ്ട, അപ്സരയെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്ന് പറയുന്ന ഒരു അൻസിബയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ഋഷി പറഞ്ഞേലേ അൻസിബ നേരെ തിരിച്ച് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല അൻസിബ അവിടെ പറഞ്ഞിട്ട്. എന്നിട്ട് ഋഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഋഷി എന്നിട്ട് ചോദിക്കുകയാണ് അൻസിബയുടെ അടുത്ത്, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നേരെ തിരിച്ചു പറയല്ല, അവിടെ പറയാണ് ശരിയാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ അൻസിബയ്ക്ക് സ്വന്തമായിട്ട് അവിടെ ഋഷിയുടെ ഭാഗത്തുണ്ടാവുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് എനിക്ക് അവിടെ തോന്നിയത്. അവിടെ പറയായിരുന്നോ അൻസിബയ്ക്ക് അപ്സരയാണ് ആ ടീമിൽ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തത്, എന്നാലും കുഴപ്പമില്ല, നിന്റെ അടുത്ത് വഴക്കിട്ടതല്ലേ, അതുകൊണ്ടാണ് നീ നോമിനേറ്റ് ചെയ്തത്, സാരില്ല എന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിചാരിക്കായിരുന്നു അൻസിബ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഋഷി അവിടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഋഷി വന്ന് ചോദിക്കുമ്പോൾ പറയുകയാണേ നീ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്ന്. പിന്നെ എന്തിനാണ് അൻസിബ അവിടെ അപ്സരയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാതിരുന്നത്? എല്ലാവരുടെ അടുത്തും അപ്സരയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്സര ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്ത ആളാണെന്ന് വളരെ കർക്കശമായിട്ട് പറഞ്ഞ ആള് അവിടെ അൻസിബയായിരുന്നു. എന്നിട്ട് മറ്റൊരു മുഖം ഋഷിയുടെ അടുത്ത് വന്ന സമയത്ത് അപ്പൊ എനിക്ക് തോന്നി ഇവരെല്ലാവരും പറയുന്നത് കറക്റ്റാണ്, ഋഷിയുടെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനായിട്ട് അവിടെ അൻസിബയ്ക്ക് കഴിയില്ല. ഋഷി എന്താണോ പറയുന്നത് അതിങ്ങനെ മൂളി കേട്ടോണ്ടിരിക്കുന്ന ഒരു അൻസിബ, ഋഷി എന്ത് പറഞ്ഞാലും അവിടെ മൂളി കേട്ടോണ്ടിരിക്കും. എന്നിട്ട് ഋഷിക്ക് വേണ്ട കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തി അൻസിബ എന്നാണെന്ന് അവർ പറയുന്നത് ഒരു പക്ഷെ കറക്റ്റ് ആണ് എന്ന് തോന്നി പോകുന്ന ഒരു സീനായിരുന്നു അത്.